സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ രൂക്ഷ വിമർശനവുമായി കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ടും പെൻഷൻ നാമമാത്രമായി വർദ്ധിപ്പിച്ചതിനെയും ശബരിമല വിഷയത്തിലും സണ്ണി ജോസഫ് വിമർശനം ഉന്നയിക്കുകയാണ്. അവര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തീർത്തും അപര്യാപ്തമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിന്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാവും. അതിൽ ആശാ സമര നേതാക്കൾ പറയുന്നത് സമരത്തിന്റെ വിജയമായിട്ടാണ് 1000 രൂപ കൂട്ടിയത്. അതേസമയം ധനകാര്യമന്ത്രി പറയുന്നത് അത് സർക്കാർ നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഓണററി നിരക്ക് കൂട്ടുന്നതെന്നൊക്കെയാണ്. അതായത് സർക്കാർ ഇപ്പോഴും സമരത്തെ തള്ളുകയാണ്. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വനിതാ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് അവഹേളിക്കാൻ പോലുമാണ് CPM നേതാക്കന്മാർ തുനിഞ്ഞത്. അവർ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും പരിഗണന നൽകുന്നില്ല. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചവരാണ് ആശാ വർക്കർമാരെ അവഹേളിച്ചത്. ഇത് അപര്യാപ്തമാണ്. അവരുടെ സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് ഇത്രയെങ്കിലും പരിഗണിക്കാൻ നിർബന്ധിതമായത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തീർത്തും അപര്യാപ്തമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപര്യാപ്തമാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണോ പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത്? അല്ലാതെ എന്താണെന്നാ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗവൺമെന്റ് പറഞ്ഞു, ഇന്നലെ എറണാകുളത്തും പറഞ്ഞിരുന്നു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു, കോൺഗ്രസിന്റെയും UDF-ന്റെ എല്ലാവരും പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഗവൺമെന്റിന്റെ പ്രകടന പത്രിക സമയത്ത് LDF-ന്റെ വാഗ്ദാനം? ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നായിരുന്നു. റബ്ബർ സബ്സിഡി 250 ആക്കുന്നായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞു? 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല, സംതൃപ്തമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം, മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള വിഷയം, CPIയുടെ മന്ത്രിമാരെ അറിയിക്കാതെ, മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ രഹസ്യമായിട്ട് പോയിട്ട് ഒപ്പിട്ടു. ആ ഒപ്പിട്ട പ്രധാന വിഷയത്തിൽ നിന്ന് മാറി സംസാരത്തിന്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ, വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും. യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ? ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ച അതാണ്. അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതിലാണോ ശിവൻകുട്ടിക്ക് വേദന? അതല്ല, CPIക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം? CPIക്കാർ മാപ്പ് പറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പ് പറയേണ്ടത്. CPMകാരാണ് മാപ്പ് പറയേണ്ടത്. CPI ഇനിയെങ്കിലും അധിക വിധേയത്വം കാണിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. പ്രസിഡന്റ്, ഈ PMശ്രീയിലെ മരവിപ്പിച്ചതോടുകൂടി ഫണ്ട് ഇപ്പോൾ കേന്ദ്രം തടയുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. സംസ്ഥാനത്തിന് അത് ഒരു നഷ്ടം ആയി മാറുകയല്ലേ ചെയ്യുന്നത്? സംസ്ഥാനത്തിന് പൈസയ്ക്ക് ഒരു പ്രയാസമില്ലെന്നല്ലേ ധനകാര്യമന്ത്രി പറഞ്ഞേക്കുന്നത്? പൈസയ്ക്ക് ഒരു വിഷമമില്ലെന്നല്ലേ? കടം മേടിച്ചിട്ടല്ലേ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത്? കടപ്പത്രം അടക്കാനുള്ള അനുമതിയല്ലേ? കിബി എത്ര കോടി രൂപയായി? അപ്പൊ ധനകാര്യമന്ത്രി മാറ്റി മറിച്ചും പറഞ്ഞാൽ അത് ജനങ്ങള് സ്വീകരിക്കില്ല ഒരു കാരണവശാലും. ഒന്ന്, PMശ്രീയില് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല എന്ന് അതിന്റെ കരാറ് മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ സെന്ററിനാണ് പിന്മാറണമെങ്കിൽ സെന്ററിനാണ് അധികാരം, അല്ലെങ്കിൽ ആർബിട്രേഷൻ നടപടിയിലേക്കൊക്കെ കടക്കണം. ഇത് പിന്മാറാനല്ല, ഈ തെരഞ്ഞെടുപ്പ് വരെ ഒഴിവായി നിന്ന് ഒളിച്ചു കളിക്കാനുള്ള ഒരു അവസരമാണ്. CPIക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മയക്കുവെടി വെച്ച് CPIക്കാരെ ഒന്ന് മയക്കി കടത്താനാണ്. ഇലക്ഷൻ വരെ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക, അതുവരെ പഠിക്കുക, പഠനം നീട്ടുക, കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക. അതാണ് CPMന്റെ കുതന്ത്രം. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല, എന്ന് മനസ്സിലാവും. ശബരിമല വിഷയം അതിരൂക്ഷമായി സർക്കാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രതിസന്ധിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഈ PMശ്രീ വിവാദം വരുന്നത്. അത് മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ കേന്ദ്രവുമായി ഒപ്പിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. സത്യത്തിൽ ആ ശബരിമലയിലുള്ള വലിയ കൊള്ള മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നണി നാടകമാണ് ഇവിടെ നടന്നത്. ശബരിമലയിലെ കൊള്ള ആർക്കും മറയ്ക്കാൻ കഴിയില്ല, ആരും അത് മറക്കില്ല. അതിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. എങ്കിൽ പോലും പൂർണ്ണമല്ല. ഗവൺമെന്റിന്റെ ഇടപെടൽ അതിന്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഗുരുതരമായ ഒരു കൊള്ള നടന്നിട്ട്
പ്രതികളെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കളവ് മുതല് ശബരിമലയിലെ സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. നാമമാത്രമായ അന്വേഷണവും കണ്ടെത്തലുകൾ മാത്രമാണ് നടക്കുന്നത്. ഒന്നിന്റെയും മറവിൽ PMC വേറൊരു ഇഷ്യൂ, അതിന്റെ പേരിൽ ശബരിമല മറയ്ക്കാനോ മറക്കാനോ ഒരു കാരണവശാലും ഇടയാവില്ല. അത് അതിൻ്റെതായ ഗൗരവത്തോടെ തന്നെ വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളും കേരളത്തിന് പുറത്തുള്ള ശബരിമല ഭക്തന്മാരും കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, അത് ഈ പറയുന്ന ഈ വിവാദങ്ങൾക്ക്, അതായത് ശബരിമല വിവാദം, പിന്നെ മാധ്യമങ്ങളെ ഓരോ സമയത്ത് നിങ്ങൾക്ക് ചൂടൻ വാർത്ത, അല്ല അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ചൂടാറാകാതെ നിൽക്കുന്ന വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ട്. അതിലൊന്ന് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ശബരിമല ഉൾപ്പെടെയുള്ളത് അതീവ ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതൊന്നും മറയ്ക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ നിലപാട്.